ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ ഒരു ഈത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അച്ചാറാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം 1 കപ്പ് ഉണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത്, 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഈത്തപ്പഴത്തിന് 1/2 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി കൂടുതൽ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മൺചട്ടിയിലാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരണം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ജീരകം ചേർക്കുമ്പോഴാണ് ഈ ഒരു അച്ചാറിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ജീരകം നന്നായിട്ട് പൊരിഞ്ഞ് വരണം കേട്ടോ. ആ ജീരകത്തിൻ്റെ നല്ലൊരു സ്മെല്ല് കിട്ടണമെങ്കിൽ നന്നായിട്ട് പൊരിഞ്ഞ് വരണം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. വെളുത്തുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണക്ക് മാറി വരുമ്പം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ മുളകിൻ്റെ ആ ഒരു പച്ചമണക്ക് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴം നന്നായിട്ട് വെന്ത് വരണം. അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വിനീഗറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് ഈത്തപ്പഴത്തിന് 1 കപ്പ് വെള്ളവും 1/2 കപ്പ് വിനീഗറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അച്ചാറിലാകുമ്പം ഉപ്പ് കുറച്ച് കൂടുതൽ ഇടുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് കുറുകി വരണം. അതുവരെ ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇത് കുറച്ചുകൂടി തണുക്കണ സമയത്ത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പം ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇപ്പം സ്റ്റൗ ഓഫ് ചെയ്താൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏത് പാകത്തിനാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അച്ചാർ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇപ്പം നല്ല തിക്കായിട്ടാണ് ഉള്ളത്. കാരണം ഈത്തപ്പഴം ചേർത്തുകൊണ്ട് തന്നെ എന്തായാലും നന്നായിട്ട് തിക്കായിട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എടുക്കുന്നത്. ഇതിനെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കുക. ഇത് പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. കാരണം ഇത് ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മൾക്കിത് പത്തലിൻ്റെയും കൂടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും ആവശ്യമില്ല. പത്തലിൻ്റെയും ദോശൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്